നരച്ച മുടി കറുക്കാനും ഇതുപോലെ നല്ല രീതിയിൽ കട്ടിക്ക് മുടി വളരാനും വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി നാച്ചുറൽ ഹെയർ ഡൈ ഓയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ രീതിയിൽ ഉപകാരപ്പെടുന്നതാണ്. എന്തോരം നരച്ചമുടി ഉണ്ടെങ്കിലും നിങ്ങളുടെ നരച്ചമുടി കറുപ്പാക്കാൻ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മാത്രം മതി. കുളിക്കുന്ന മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ചീപ്പ് കൊണ്ട് നീരി ഒന്ന് മുറുക്കി കെട്ടി വെച്ചാൽ അതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നത് അപ്പോൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കറുപ്പ് നിറം കണ്ടില്ലേ, വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇനി ഡൈ അടിച്ച് ഒരുപാട് നേരം റെസ്റ്റ് എടുത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല, കെമിക്കൽ മേടിച്ച് പണിയും വാങ്ങണ്ട. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ നല്ലതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇപ്പം ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കിഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാജിക് ഓയിൽ എങ്ങനെ തയ്യാറാക്കും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇതുപോലൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി പരന്ന പാത്രം ഉണ്ടെങ്കിൽ എടുത്തോളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ മാത്രമാണ് റെഡിയാക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഓയിലാണിത്. ഞാൻ കുറച്ചുണ്ടാക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് റെഡിയാക്കി കൊടുത്തുവിടാൻ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ ജോലിക്കാർക്കൊക്കെ ഒറ്റത്തവണ ചെയ്താൽ ഒരു മാസത്തേക്ക് നമുക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമുക്ക് 50 ഗ്രാം ഓയിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചാണ് നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് പുരട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ചക്കിലാട്ടുന്ന വെളിച്ചെണ്ണ, നല്ല നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുക. പാക്കറ്റ് കവർ ഓയിൽ എടുക്കരുത്, യാതൊരു ഗുണവും കിട്ടത്തില്ല. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് എനിക്ക് പാരച്യൂട്ടിൻ്റെ എണ്ണയാണ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ ആ ഒരു ഓയിലിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ എണ്ണ കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പോളം ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാകുന്ന സമയത്തിന് നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ തേയിലപ്പൊടിയാണ് കേട്ടോ. ഇതുപോലെ തേയിലപ്പൊടി എടുക്കുക. നിങ്ങൾ ഏത് തേയിലപ്പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു തേയിലപ്പൊടി എടുക്കുക. നിങ്ങൾ ഇപ്പോൾ ഇതിനനുസരിച്ച് എണ്ണ കൂട്ടി എടുക്കുന്നതിനനുസരിച്ച് എടുക്കുമ്പോൾ നമ്മൾ ഈ ചേർക്കുന്ന സാധനങ്ങളെല്ലാം കൂട്ടി എടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം എന്നിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഇപ്പോൾ ഗ്യാസ് അടുപ്പിലാണെങ്കിലും ഫ്ലെയിം കുറച്ച് വെക്കുക. നമ്മുടെ ഇൻഡക്ഷൻ അടുപ്പിലാണെങ്കിലും ഏറ്റവും കുറച്ച് വെക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് നല്ലപോലെ ഇതാക്കി എടുക്കുക. അതായത് നമ്മുടെ തേയിലപ്പൊടി ഈ എണ്ണയിൽ കിടന്ന് തേയിലപ്പൊടിയുടെ കളർ ഫുള്ളും നമ്മുടെ എണ്ണയിൽ ഇറങ്ങും. അതുവരെ നമുക്കിങ്ങനെ അടുപ്പത്ത് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കരിജീരകം പൊടിച്ചത്, അതുപോലെ നമ്മുടെ ഉലുവ പൊടിച്ചത് എന്ത് വേണം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് ഇങ്ങനെയാണ്. ഇതിലെല്ലാം നല്ല റിസൾട്ട് കിട്ടും. ഉലുവൊക്കെ വളരെ നല്ലതാണ് മുടിക്കൊക്കെ, അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇതായിട്ട് വരട്ടെ. എൻ്റെ കുക്കിംഗ് ആയിട്ട് വന്ന് കണ്ട ഒരുപോലെ കരിഞ്ഞു പോകരുത്. പക്ഷേങ്കിൽ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പച്ച കളർ പോലെയാണ് എണ്ണ ഇപ്പോൾ ഇരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മുടെ എണ്ണ ഇവിടെ റെഡിയാക്കി കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില പൊടിച്ചതാണ് കേട്ടോ. എനിക്ക് കറിവേപ്പില പൊടിച്ചതും ഇതും കൂടെ വളരെ നല്ല റിസൾട്ടാണ് എൻ്റെ മുടിക്കും കുട്ടിയുടെ മുടിക്കും ഒക്കെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ആ ഒരു തേയിലയുടെ ആ എണ്ണയെല്ലാം നല്ല മൂത്ത് കിടക്കുന്ന നേരം കൊണ്ട് ഞാനിപ്പം നമ്മുടെ കറിവേപ്പില പൊടിച്ചതാണ് ഇതിലേക്ക് 1 ടീസ്പൂൺ അതേ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതും ഒന്ന് നല്ല രീതിയിലൊന്ന് കുക്കായി വരണം. അതായത് നല്ല എണ്ണ കാച്ചുന്ന രീതി എല്ലാവർക്കും അറിയാമല്ലോ. കരിയാതെയും ഒരു കറിവേപ്പിലൊക്കെ ഒരു മിടന്നിരിക്കുന്ന രീതിയിലാണ് നമ്മൾ എണ്ണ കാച്ചി എടുക്കേണ്ടത്. ഒത്തിരി കരിഞ്ഞോ ഒന്നും പോകരുത് കേട്ടോ. നോക്കി ഇന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. എണ്ണ നരച്ച മുടി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ വളർന്നു വരുന്ന മുടി പോലും കറുപ്പായിട്ട് തന്നെ വളരാൻ സഹായിക്കുന്നു. അതുപോലെ മുടിക്ക് സ്വാഭാവികമായ കറുപ്പ് നിറം നൽകാൻ, തിളക്കം നൽകാനും സഹായിക്കുന്നു. പിന്നെ മുടി വീഴ്ച, അതായത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ പുതിയ മുടി വളർന്നു വരുമ്പോൾ നല്ലപോലെ ആ വേരുകൾ ശക്തമായിട്ട് തന്നെ വളർന്നു വരാനും സഹായിക്കുന്നു. മുടി കട്ടിയായിട്ട് വളരാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരണ്ട മുടിയുള്ളവർക്ക് ഈർപ്പം നിലനിൽക്കുകയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് സിൽക്കി ആയിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ തലയിലുണ്ടാകുന്ന ചെറിയ ചൊറിച്ചിൽ, വരൾച്ചയും അതുപോലെ പേന, താരൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ഈര്, ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകാൻ സഹായിക്കുന്നതാണ് ഈ ഒരു എണ്ണ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കറിവേപ്പില പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേയിലപ്പൊടിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. എണ്ണ മുടിക്ക് നല്ല പോഷണം നൽകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്, ഈ 3 സാധനങ്ങൾ. അപ്പോൾ
നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും കൊടുത്തു വിടാം. ഒരു മാസത്തേക്കുള്ള കറക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുത്തു വിടുക. അത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കും പ്രായമായ അമ്മമാർക്കും അതുപോലെ കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും വളരെ നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു എണ്ണ. തലയിൽ തേച്ച് നമ്മൾ ഡെയിലി കുളിക്കുവാണെങ്കിൽ, ഡെയിലി നിങ്ങൾ തേച്ചില്ലേലും ആഴ്ചയിൽ 3 പ്രാവശ്യം തേച്ചാൽ മതിയാകും കേട്ടോ. ആഴ്ചയിൽ 3 ചെയ്താൽ മതി. അല്ലാതെ ഡെയിലി നിങ്ങൾ എണ്ണ ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്തിട്ട് നിങ്ങളൊന്ന് നമുക്ക് ഇപ്പോൾ എണ്ണയുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഷാമ്പു ഇടും, ഷാമ്പു ഇടാതെ താളിപ്പൊടി മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം നിങ്ങൾ തല കഴുകിക്കോളൂ. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് കുട്ടിയുടെ മുടിയൊക്കെ പിന്നെ ഒത്തിരി അവിടെയൊക്കെ പൈപ്പ് വെള്ളമായത് കാരണം പെട്ടെന്ന് മുടി മുഴുവനും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നരയൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ ചെറിയ രീതിയിലൊക്കെ നരയൊക്കെ വന്നിട്ടും ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഞാൻ ഇത്രയും നല്ല രീതിയിലൊക്കെ മുടിയൊന്ന് വളർത്തിയെടുത്തിട്ടുണ്ട്. നരയൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട്. ഡാർക്ക് ഷെയ്ഡിലേക്ക് നമ്മുടെ നരച്ച മുടി വരുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. തേയിലപ്പൊടി നല്ലതാണ് മുടിക്ക്. നമ്മൾ തേയില വെള്ളം ഷാമ്പൂ ഒഴിച്ച് ആഴ്ചയിൽ നിങ്ങൾ 1-2 ദിവസം കഴുകുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും നല്ല തിക്നെസ് വരാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ നമ്മുടെ തേയില വെള്ളത്തിലും കറിവേപ്പിലയും കൂടിയിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നല്ല ആ വെള്ളം അരിച്ചൂറ്റി എടുത്തിട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തലമുടിയിലേക്ക് സ്പ്രേ ചെയ്യുവാണെങ്കിൽ മുടിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അതും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ മുടിക്ക് നല്ല തിക്നെസ് വരാനും തേയിലപ്പൊടി വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ കുട്ടിയുടെ മുടിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടതിന് ശേഷം നല്ലപോലെ ഞാൻ കുളിക്കുന്ന നേരം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ തലമുടിയിലും ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. എന്നിട്ട് ഞാൻ കുളിക്കുമ്പോൾ അത് നമ്മൾ ഷാമ്പൂ ഇട്ട് കഴുകാതെ താളിപ്പൊടി ഇട്ട് കഴുകി കളയുന്നുണ്ട് കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. പിന്നെ എണ്ണ ഉപയോഗിക്കുന്നവർ നിങ്ങൾ ഒരുപാട് എണ്ണ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ തലയിൽ അപ്ലൈ ചെയ്യരുത്. നമ്മളൊരു കുറച്ച് നമ്മുടെ തലയോട്ടിലൊരു ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം മതി. അല്ലാതെ ഒരുപാട് തലയിൽ കൂടെ ഒക്കെ ഒത്തിരി എണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെ ഉപയോഗിക്കാനും പാടില്ല. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.